ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. ഇതു ബാഗ്ദാദ്. നാഗരികതകളുടെയും മാനവ ചരിത്രത്തിന്റെയും ഗതി നിയന്ത്രിച്ചിരുന്ന നാട്. അധികാര ദൃഢതയുടെയും സൂഫി ആർദ്രതയുടെയും ഹൃദയം തൊട്ടറിഞ്ഞ മണ്ണ്. ഇവിടുത്തെ മസ്ജിദിലായിരുന്നു ഒരു ദിനം ളുഹ്റിന് മുമ്പ് ആത്മീയ നായകൻ ശൈഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് പ്രത്യക്ഷമായി ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് പ്രഭാഷണം നടത്തുന്നില്ല? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാഗ്ദാദിലെ സാഹിത്യ സാമ്രാട്ടുകാർക്കിടയിൽ ഈ അനറബിക്കാരൻ എങ്ങനെ സംസാരിക്കാനാണ് നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വായ തുറക്കൂ. അങ്ങനെ അതിൽ 7 പ്രാവശ്യം തുപ്പുകയും ചെയ്തു. ഹബീബിന്റെ തുപ്പുനീര് തന്റെ വായിലേക്ക് ചേർന്ന നിമിഷം അഭൗമികമായ ഒരു ശക്തിയും ഊർജവും തന്റെ ദഅവത്തിന് ഹിതമായി ഭവിച്ചു. ഈ ദിനം ളുഹ്ർ നിസ്കാര ശേഷവും അലി റളിയല്ലാഹു അൻഹുവും തന്റെ വായിൽ തുപ്പിയതും പിന്നീട് ലോകത്തെ പിടിച്ചുകുലുക്കിയ പ്രഭാഷണ ചാരുതയുടെ ഉടമയായതും പ്രശസ്ത കർമ്മശാസ്ത്ര പണ്ഡിതൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവൽ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹത്തുക്കൾ അങ്ങനെയാണ്. അവർക്കു വേണ്ടതും പിൽക്കാലക്കാർക്കു വേണ്ടതും ദീർഘദൃഷ്ടിയോടെ സൃഷ്ടിച്ചെടുക്കാൻ സൃഷ്ടാവ് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു. മഹാന്മാരായ മശായിഖന്മാരാണ് പ്രവാചകന്മാരുടെ കാലശേഷവും ഇസ്ലാമിക ദഅവത്തിന്റെ ദൗത്യ പൂർത്തീകരണത്തിന് അല്ലാഹു നിയോഗിച്ചത്. നിഷ്കപടമായ ഏതൊരു ചരിത്ര പഠിതാവിനെയും നിസ്തുലമായ ആ ചരിത്ര സത്യം മറച്ചുവെക്കാനായില്ല. കാലാനുസൃതം ഇസ്ലാമിക ദഅവത്തിന്റെ അമൂല്യനിധികളായ മഹത്തുക്കളുടെ ജീവിതവും ഇത്തരം ചരിത്രാവർത്തനത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്.